സുഖമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ നന്ദൻ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞ കാര്യം ഇസബല്ലയോടും കെവിനോടും പറയുന്നുണ്ട്. അത് കേട്ടപാടെ ഇസബല്ലയാണെങ്കിൽ മറ്റൊരാളായിട്ട് മാറുകയാണ്. അങ്ങനെ പ്രഭാവതി ആകെ പേടിച്ചു പോവുകയാണ്. പ്രഭയാണെങ്കിൽ ഇസബല്ലയോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നന്ദൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരും പറയില്ല മോളെ. കാരണം അവനോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒരിക്കലും കാണിച്ചു കൊടുക്കരുതെന്ന്. കാരണം മോശം അവസ്ഥയിൽ നിങ്ങൾ മാത്രമേ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ എന്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് നന്ദനെയും എന്നെയും വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ ഇസബല്ലയ്ക്കാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് ചെവിക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇസബല്ലയെ ഒരു വിധത്തിൽ കൂളാക്കിയതിനു ശേഷം കെവിൻ പറയുന്നുണ്ട്, ബെല്ല നമുക്ക് ആദ്യം നന്ദനെ കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ നന്ദനെ കാണാനായിട്ട് പോകുന്നു. നന്ദനാണെങ്കിൽ ഇവരെ കാണുമ്പോൾ തന്നെ, എടാ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയ്ക്കും വലിയ ചതി നീ ഞങ്ങളോട് ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ലയാണെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കുകയാണ്. ഇനി നീ ഉറപ്പായിട്ടും പറയാൻ പോകുന്നത് കെവിന്റെ പേരായിരിക്കും. കെവിനാണ് കൊന്നു കുഴിച്ചു മൂടിയതെന്നും. അയ്യോ ഇസബല്ല, അങ്ങനെയൊന്നും പറയല്ലേ. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. കാരണം എന്നോടൊപ്പം നിന്ന എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ് നിങ്ങളോട് എനിക്ക് ഒരു കടപ്പാടുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ആടാ, കടപ്പാടുള്ളത് കൊണ്ടാണല്ലോ നീ ഞങ്ങളാരും അറിയാതെ നിന്റെ ഭാര്യയോടും അച്ഛനോടും മറ്റെല്ലാവരോടും ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്നു. ഇപ്പോഴല്ലേ ഞങ്ങളൊക്കെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞത്. നിനക്കറിയോ, ഈ കെവിൻ നിന്നോടൊപ്പം നിന്നതാണ് ചങ്ക് പറിച്ച്. അതുപോലെ തന്നെ സർവീസിൽ 100% സത്യസന്ധനായിട്ടുള്ള എൻ്റെ പാപ്പൻ നിനക്ക് വേണ്ടിയിട്ട് കേസന്വേഷണം വഴിതിരിച്ചു വിട്ടു. നിന്നോടൊപ്പം ഞാനും കൂടെ നിന്നു. അവളോ ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞു പോയവളല്ലേ. എന്നിട്ടും അവൾക്ക് പുറകെ നാണമില്ലാതെ കാല് പിടിച്ച് നടക്കുന്നു. അതിനപ്പുറം എല്ലാ സത്യങ്ങളും അവളെ അറിയിക്കുന്നു. നീ ഓർത്തോ നന്ദ, അവൾ ഉറപ്പായിട്ട് നിനക്ക് പണി തരും. നിന്നെ അവൾ ജയിലിൽ കയറ്റുമെന്നൊക്കെ പറയുമ്പോൾ, ഇസബല്ല, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല. കാരണം ബെല്ലയോട് എനിക്ക് ഒരു സ്നേഹമുണ്ട്, കെവിനോടും. നീ ഇപ്പം എന്താ പറഞ്ഞ്? അതെ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും സ്നേഹവും കടപ്പാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ലയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്തായാലും ഈ സമയം ദേവികയോട് ഗിരീഷ് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അച്ഛന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്നും താനിപ്പോൾ അങ്ങോട്ട് വരാമെന്നൊക്കെ ഗിരി പറയുന്നു. അങ്ങനെ ഇസബല്ല വീണ്ടും വീണ്ടും നന്ദനെ കുറ്റപ്പെടുത്തുമ്പോൾ നന്ദൻ ഇസബല്ലയ്ക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നീട് നന്ദനെ കണ്ടതിന് ശേഷം പ്രഭാവതിയെ കാണുന്നുണ്ട്. പ്രഭാവതി ചോദിക്കുകയാണ്, നന്ദനെ കണ്ടോ എന്ന്. കണ്ടു. ആൻറ്റിയും മോനും കൂടി ഞങ്ങൾക്ക് ഇത്ര വലിയ പണി തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളുടെ പേര് എവിടെയെങ്കിലും പരാമർശിച്ചാൽ ഈ കാണുന്നതായിരിക്കില്ല ഇസബല്ലയുടെ മുഖം, മറ്റൊരു മുഖമായിരിക്കും കാണേണ്ടി വരിക. ആൻറ്റിക്ക് അറിയാമോ, ആ ദേവിക, അവൾ ഉറപ്പായിട്ട് നിങ്ങളെ ചതിക്കും, നന്ദനെ ജയിലിൽ കയറ്റും. ദേവിക മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് പറയുമ്പോൾ അതൊക്കെ ആൻറ്റിയുടെ തോന്നലാണ്. അവൾ ചതിയത്തിയാണെന്ന് പണ്ടേ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ആൻറ്റിക്ക് അറിയാമോ, ഈ നന്ദനെ ആദ്യം എന്നോടായിരുന്നു പ്രണയം. MLAയുടെ മകനായതുകൊണ്ട് മാത്രം നന്ദനെ കറക്കിയെടുത്തവളാണ് ആ ദേവിക. എന്നിട്ടിപ്പോഴോ അവളുടെ സ്റ്റാറ്റസിന് നന്ദൻ ചേരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് വിട്ടെറിഞ്ഞു പോയതെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് പ്രഭാവതിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. പക്ഷേ ഇസബല്ല അങ്ങനെയല്ല, കൂടെ നിൽക്കുന്നവളാണ്. പിന്നെ ഈ കാണിച്ചതൊട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ലയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഗിരിയാണെങ്കിൽ ദേവികയുടെ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, സംസാരിച്ചു, അത് മാത്രം മതി. അതിനപ്പുറം അവളുടെ അച്ഛൻ അവിടെ ചെന്ന് കാവലിരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് രജനി. അങ്ങനെ ഗിരി പറയുന്നുണ്ട്, നിന്റെ അനിയത്തിയല്ലേ ദേവിക, അവളുടെ അച്ഛൻ ഇങ്ങനെ വരുമ്പോൾ നീ കൂടി അങ്ങോട്ട് ചെല്ലേണ്ടതായിരുന്നു എന്ന് പറയണം. പിന്നെ എനിക്കെന്നതിന്റെ ആവശ്യമില്ല, എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോയവളല്ലേ ആ ദേവിക, അവളുടെ അച്ഛന് കാവലിരിക്കേണ്ട ആവശ്യം എനിക്കില്ല ഗിരിക്കുമില്ല. അമ്മേ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയാണെങ്കിൽ അമ്മയോട് പരാതി പറയുമ്പോൾ, എന്താ മോളെ ഇങ്ങനെയൊക്കെ, ഗിരി പോയിക്കോട്ടെ, നീ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരും രജനിയെ വഴക്ക് പറയുകയാണ്. അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രജനി വാശി പിടിക്കുമ്പോൾ, ദേ മാറി നിൽക്ക്, നീ ആ കൊടയും കടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയാണെങ്കിൽ രജനിയെ തട്ടി മാറ്റി പോവാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ പറ്റില്ല, അവളുടെ അച്ഛനെ തല്ലിയതിന്റെ കേസിൽ എൻ്റെ അനിയനെ കുടുക്കാൻ നടക്കുന്നവളാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേവിക പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഋഷിയെ കൊന്ന കേസിലെന്ന് പറഞ്ഞുകൊണ്ട് ഗിരി പരിസരം മറന്ന് പൊട്ടിത്തെറിക്കുകയാണ്. താനിപ്പോ എന്തായി പറഞ്ഞ് എന്ന് ചോദിച്ചുകൊണ്ട് ഗിരിയോട് രജനിയാണെങ്കിൽ വീണ്ടും അതേ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. കാരണം രജനിക്ക് അത് കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്, അതിലുപരി ഞെട്ടുന്നുണ്ട്. അങ്ങനെ അമ്മേ, ഋഷിയെ കൊന്നു എന്നല്ലേ ഇപ്പൊ ഗിരി പറഞ്ഞത്? അങ്ങനെ ഗിരി പറയുന്നുണ്ട്, അതെ, ഋഷിയെ കൊന്നു, നിന്റെ അനിയൻ തന്നെയാണ് ഋഷിയെ കൊന്നത്.
അവൻ ഉറപ്പായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരിക്കലുമല്ല. ഇത് ദേവിക കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണെന്ന് പറയുമ്പോൾ നന്ദൻ സമ്മതിച്ച കാര്യമാണ് രജനി ഞാനിപ്പോ ഈ പറയുന്നത്. പ്രഭാവതി മേഡത്തെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഋഷിയുമായിട്ട് നന്ദൻ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടു. അതിനിടയിൽ ഋഷി കൊല്ലപ്പെട്ടു. അത് നന്ദൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ ദേവികയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ചന്ദ്രവത്ത് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രജനിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗിരി സമാധാനിപ്പിക്കാനും നോക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിഴിഞ്ഞ